ജനങ്ങൾക്ക് സൗജന്യ റേഷന് പകരം തൊഴിലാണ് കേന്ദ്ര സർക്കാർ നൽകേണ്ടതെന്ന കടുത്ത വിമർശനവുമായി സുപ്രീംകോടതി. കോവിഡ് മഹാമാരിയിൽ കുടിയേറ്റ തൊഴിലാളികൾ നേരിട്ട പ്രശ്നങ്ങൾ മുൻനിർത്തി സുപ്രീംകോടതി സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവെയാണ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് മൻമോഹൻ എന്നിവരുടെ ബെഞ്ചിന്റെ പരാമർശം. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം 81 കോടി ജനങ്ങൾക്ക് സൗജന്യ നിരക്കിലോ സബ്സിഡിയായോ റേഷൻ നൽകുന്നുണ്ടെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞപ്പോഴാണ് സുപ്രീംകോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. അപ്പോൾ നികുതിദായകർ മാത്രമേ സൗജന്യ റേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് കോടതി ആരാഞ്ഞു. എത്ര കാലം ഇങ്ങനെ സൗജന്യങ്ങൾ നൽകുമെന്നും കുടിയേറ്റ തൊഴിലാളികൾക്ക് തൊഴിലവസരങ്ങൾ നൽകാനും അവരുടെ നൈപുണ്യം വർദ്ധിപ്പിക്കാനും എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ലെന്നും കോടതി ചോദിച്ചു. ഈ ശ്രം പോർട്ടലിൽപ്പെട്ട എല്ലാ തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ നൽകണമെന്ന് ഒരു NGOയെ പ്രതികരിച്ച മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ കോടതിയോട് ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ സെൻസസ് നടത്തുന്നില്ലെന്നും പഴയ കണക്കുകൾക്ക് ഉപയോഗിച്ചാണ് പദ്ധതികൾ ഇപ്പോഴും ആവിഷ്കരിക്കുന്നതെന്നും പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടി. മേത്തയും ഭൂഷണും വ്യക്തിപരമായ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതോടെ ജസ്റ്റിസ് സൂര്യകാന്ത് ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു. വിശദമായി പരിഗണിക്കാൻ കേസ് അടുത്ത വർഷം ജനുവരി 8 മാറ്റി. കൈരളി ന്യൂസ്, ദില്ലി.